ഹലോ എവ്രി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള സിനിമയെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സിനിമയിൽ ഒരുപാട് എന്താ പറയുക, പ്രതീക്ഷകൾ വെച്ച പ്രൊഡ്യൂസേഴ്സ്, അതിൽ അഭിനയിച്ച അഭിനേതാക്കൾ, അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഒരു എന്താ പറയുക, അസന്നിഗ്ധ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അവർക്ക് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വലിയ ഐഡിയ ഒന്നുമില്ല. അതിന്റെ കാരണം നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട സെൻസർ ബോർഡാണ്. വളരെ മികച്ച ഒരു തീരുമാനമാണ് സെൻസർ ബോർഡ് എടുത്തത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ്. അതായത് ഒരു സിനിമയുടെ പേരിൽ ജാനകി എന്ന് വരിക, അത് സീതാദേവിയുടെ ഒരു എന്താ പറയാ, ഒരു പേരാണ്. അപ്പൊ പല പേരുകളിൽ ഒന്നാണ്. അത് ഭയങ്കര പ്രശ്നമാണ്. അത് സീതാദേവിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ജാനകി എന്നുള്ള പേര്. സീതാദേവി ആകെ ബുദ്ധിമുട്ടി, സങ്കടപ്പെട്ട്, മനസ്സിലായില്ലേ? എന്തായാലും അവർ ചെയ്തത് വളരെ വലിയൊരു തീരുമാനമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഒന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സെൻസർ ബോർഡിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ സെൻസർ ബോർഡ് വളരെ എന്താ പറയുക, ഒരു വളരെ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖല തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ. അത് ഉള്ളടക്കത്തിനെ സംബന്ധിച്ചും അതിനകത്തൊക്കെ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഇവരിപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതുവരെ കേട്ടെന്ന് മനസ്സിലായില്ല, അവർ എടുത്തിരിക്കുന്നതിനും ശുദ്ധ മണ്ടത്തരമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോ സുരേഷ് ഗോപിക്ക് കിട്ടിയൊരു അടി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ സ്വന്തം പാർട്ടിക്കാരിൽ നിന്നും തന്നെ, അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയുടെ അനുയായികളിൽ നിന്ന്, അതിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയായിരിക്കും. എനിക്ക് തോന്നുന്നത് സെൻസർ ബോർഡിന്റെ ഈ തീരുമാനം എടുത്തിരിക്കുന്ന വ്യക്തി തീർച്ചയായും ഒരു BJP അനുഭാവിയായിരിക്കും എന്നതിൽ തർക്കമില്ല. ഓക്കെ, അപ്പോൾ ഇതാരെ സന്തോഷിപ്പിക്കാനാണ്, എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നുള്ള ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്, പിന്നെ അവരോടും ചോദിക്കേണ്ടതാണ്. അവർക്കൊരു കൃത്യമായ ഉത്തരം ഉണ്ടാകില്ല. കാരണം ഉത്തരം ലേശം ഉത്തരം തരണം എന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് ബുദ്ധി വേണ്ടേ. ബുദ്ധി ഉണ്ടെങ്കിൽ ഒരു തീരുമാനം എടുക്കില്ല. അപ്പൊ ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നത് ഇപ്പൊ JSK വേഴ്സസ് എന്താ പറയാ, സെൻസർ ബോർഡ് എന്നുള്ള കണ്ടീഷനിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മുകളിലുള്ള കടന്നുകയറ്റം എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലൂടെ, അതായത് സിനിമ അങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഇങ്ങനെയുള്ള മാധ്യമങ്ങളിലൂടെ ഒരു കഥ പറയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് വലിയൊരു മുന്നറിയിപ്പാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പോൾ നാളെ അതിന്റെ സംവിധായകനൊക്കെ പറഞ്ഞ പോലെ തന്നെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ ഒരു സിനിമ എന്ന് പറയുന്നത് ആറ്റിക്കുറുക്കി എത്ര അതിന്റെ പുറകിൽ അധ്വാനം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യം. കാരണം വെച്ചാൽ ഒരുപാട് അധ്വാനം വേണം. അതായത് ഒരുപാട് ഷോർട്സ് എടുത്ത്, ഇപ്പോൾ ഒരു യൂട്യൂബ് എടുക്കുന്ന വീഡിയോ എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. അപ്പോൾ ഒരു സിനിമ എടുത്തിട്ടൊക്കെ അത് ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ അതിൻ്റെ അകത്ത് അഭിനയിക്കുന്ന ആൾക്കാർക്ക് അവർക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതൊന്ന് സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ എത്ര സിനിമയിൽ അഭിനയിച്ചാലും ഒരു അഭിനേതാവിന് അല്ലെങ്കിൽ ആർക്കായാലും, അപ്പൊ അതിനകത്ത് പുതിയ അഭിനേതാക്കൾ ഉണ്ടാവാം, എനിക്കറിയില്ല. അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ സ്ക്രീനിൽ കാണാം. അപ്പൊ അവരുടെ ഒക്കെ ആഗ്രഹങ്ങൾക്ക് മേലിൽ കരിനിഴൽ വളർത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഈ സംഭവം. ശരിക്കും പറഞ്ഞാൽ സെൻസർ ബോർഡ് കുറച്ചുകൂടി ചിന്തിച്ച്, അല്ലെങ്കിൽ ഈ ഒരു 2025 ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കി, നമ്മൾ 2025 എന്ന് ബോധമുള്ള ചിലരെങ്കിലും സെൻസർ ബോർഡിൽ വെക്കണം എന്ന്, അതായത് കേന്ദ്രത്തിന്റെ സെൻസർ ബോർഡിൽ വെക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലുള്ള ഇപ്പൊ JSK വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് നിരാശാജനകമായ ഒരു സംഭവമാണ്. അപ്പൊ ഇവരുടെയൊക്കെ ഇതുപോലുള്ള തീരുമാനങ്ങളോട് സീതാദേവിക്ക് വേണ്ടി ആണല്ലോ ഇവരിപ്പോ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരുടെ തീരുമാനങ്ങൾ കൊണ്ടും, ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഈ സംഭവങ്ങൾ, എന്താ പറയാ, ഈ ഒരു തരത്തിലുള്ള വികലമായ കാഴ്ചപ്പാടുകൾ കൊണ്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടിക്കുന്നത്. ഇവരിപ്പോ ഈ തീരുമാനം എടുക്കുന്നത് സീതാദേവിനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനും, സീതാദേവിന്റെ അപ്രീതിക്ക് പാത്രമാവാതിരിക്കാനും ഒക്കെ ആയിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീതാദേവിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കക്ഷികളായി പോയി സെൻസർ ബോർഡിലുള്ള ആൾക്കാർ എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ രാജ്യത്ത് ഇപ്പോഴും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ഈ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഇത്രയും മോശപ്പെട്ട രീതിയിലാണ് എന്നുള്ളത് എനിക്കിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ചാൻസസ് ഇങ്ങനെ കിട്ടും. ഞാൻ എന്തിനെ പറ്റിയാണ് ഇപ്പൊ സംസാരിക്കുന്ന ഒരുപാട് സംഭവങ്ങളാണ് നമ്മുടെ മുന്നിൽ. എന്നാലും അതിനകത്തൊന്നൊരു എന്താ പറയുക, ഫോർവേഡ് തിങ്കിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിന്റെ അടുത്തൊന്നും ഒരു ചർച്ച നടക്കുന്നതോ, അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുന്നു ഒന്നും ഞാൻ കാണുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള ഈ മറ്റേ ജാനകി, പിന്നെ എന്താ പറയാ, അങ്ങനെയുള്ള വേറെ ഒരുപാട് ടോപ്പിക്സ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു സെൻസർ ബോർഡ് എന്താണ് ചെയ്യുന്നത്. സെൻസർ ബോർഡിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്
പലതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയിൽ ഒരു പക്ഷേ അത് പ്രത്യേക സിനിമ പല രീതിയിൽ എടുക്കാം. അപ്പോൾ ഒരു പക്ഷേ ആ സിനിമയിൽ പല രീതിയിൽ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഇപ്പോൾ ഒരു വ്യക്തിയെ മോശമായി ചിത്രീകരിച്ചിട്ടുണ്ട്, അതിന് അങ്ങനെയുള്ള രീതികൾ, അതുപോലെ ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ അങ്ങനെയൊക്കെ മോശമായി ചിത്രീകരിച്ചു. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ സീതാദേവി ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ ഇപ്പോൾ കഥയിൽ അവർക്ക് ഈ സിനിമ കാണുമല്ലോ. അപ്പോൾ ഈ കഥയിൽ ഇവർ കാണുകയാണ് സീതാദേവിനെ അപമാനിക്കുന്നതായി, അല്ലെങ്കിൽ ശ്രീരാമനെ അപമാനിക്കുന്നത് ആ രീതിയിൽ പോർട്രേറ്റ് ചെയ്തിട്ട് ആ പേരുപയോഗിച്ച് പോർട്രേറ്റ് ചെയ്ത് ആ ഒരു രീതിയിലേക്ക് ആ കഥ പോവുകയാണെങ്കിൽ അവർക്കത് ചെയ്യാം. പക്ഷെ ഇതെന്തുകൊണ്ടാണ് ചെയ്തത്? എനിക്ക് ആ സിനിമയിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുന്ന പോലും പറയാം. കാരണം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സിനിമയിലുണ്ട്. അങ്ങനത്തെ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ പിന്നെ സംവിധായകനെയും പ്രൊഡ്യൂസറെയും പിന്നെ കഥയെഴുത്തുകാരനൊക്കെ എടുത്തിട്ട് അലക്കുന്ന എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു എലമെന്റ് അതിനകത്ത് ഉണ്ട് എന്നുള്ള വിശ്വസിക്കാൻ പോലും പറ്റില്ല. അപ്പോ സുരേഷ് ഗോപി ആകെ പെട്ടിരിക്കുകയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ ഇവിടെ ഉള്ള BJP-ക്കാരും പെട്ട്, ശരിക്കും പറഞ്ഞത് ഇപ്പൊ ആരാന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതിൽ കൂലങ്കഷമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല എന്നുള്ളൊരു ലൈനിലാണ് നമുക്ക് സംസാരിച്ചത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിലെ BJP-യും സുരേഷ് ഗോപിയെയും വെട്ടിലാക്കുന്ന തീരുമാനമാണ് പിന്നെ സെൻസർ ബോർഡ് എടുത്തിരിക്കുന്നത്. തീർച്ചയായും ഇത് കേന്ദ്രത്തിലുള്ള ചില BJP നേതാക്കളെ എന്താ പറയാ സന്തോഷിപ്പിക്കാനുള്ളത്. നോക്കൂ, ഞാനിത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമ ഞാൻ ജാനകി എന്ന് പറഞ്ഞ സീതയ്ക്ക് വേണ്ടി, നമ്മുടെ ദൈവത്തിന് വേണ്ടി, നമ്മുടെ ദേവിക്ക് വേണ്ടി ഞാനത് ഒഴിവാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭാവിയിൽ വല്ല സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ വല്ല അങ്ങനെയൊക്കെയാണല്ലോ, അപ്പൊ ആ രീതിയിലേക്ക് കിട്ടും എന്ന് പറയാതിരിക്കാൻ അതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ചീപ്പ് പരിപാടികൾ അതൊക്കെ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ, അതും ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ വരെ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, ഇതൊക്കെ പുറത്തറിഞ്ഞാണ്ടല്ലോ ഈ സിനിമ എടുത്ത സെൻസർ ബോർഡ് രാജ്യത്തിനാകെ നാണക്കേടാണ്. ഇത് ഒരു സിനിമയിൽ വരെ ഇതുപോലത്തെ രീതിയിലുള്ള ചിന്താഗതികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നത്. സിനിമയെ കാണുവാൻ സെൻസർ ബോർഡിന് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെയധികം സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നത് എമ്പുരാനെ പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയിൽ ഉള്ളടക്കങ്ങൾ ശരിക്കും പറഞ്ഞ സെൻസർ ബോർഡ് കണ്ടില്ലേ എന്നെനിക്ക്. ആ സിനിമയിൽ ഒരുപാട് ഉള്ളടക്കങ്ങൾ എന്താ പറയാ മോശപ്പെട്ട രീതിയിലുണ്ടായിരുന്നു. ഒരു പക്ഷെ അതിന്റെ അകത്തൊക്കെ ഒരു കാരണങ്ങൾ കണ്ടെത്തി അത് സമൂഹത്തിന്, മതപരമായിട്ടല്ല, സമൂഹത്തിന് അല്ലെങ്കിൽ അതൊരു വിപത്താകും എന്ന് തോന്നിക്കൊണ്ട്. കാരണം ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കമന്റുകളും സോഷ്യൽ മീഡിയയിൽ ഇത് നിറഞ്ഞു കിടക്കാനും വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയത വാരി വെതരാനും പിന്നെ വ്യത്യസ്ത മതക്കാര് ഓക്കെ എല്ലാവരും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ അതാണ് അതിനെക്കൊണ്ട് ഉണ്ടായത്. അല്ലെങ്കിൽ തിയേറ്ററിൽ അതൊരു വലിയൊരു വിജയമായില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് അതൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അങ്ങനെ ഒരു സിനിമയിൽ ആ ഒരു സംഭവം വരുമ്പോൾ അത് എങ്ങനെ നമ്മുടെ സമൂഹത്തിനെ എഫക്ട് ചെയ്യുമെന്ന് മനസ്സിലാക്കി അതിനകത്തൊരു പിടുത്തം കൊണ്ടുവരുന്നതിൽ ഒരു കാര്യമുണ്ട്. പക്ഷെ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് സുരേഷ് ഗോപി കിട്ടിയ ഒരു എന്താ പറയാ ഒരു ഓർക്കാപ്പുറത്തുള്ള അടിയായി തന്നെ ഇതിനെ കരുതാം. ഇനിയിപ്പോ ഇത് നന്നാക്കാൻ വേണ്ടി സുരേഷ് ഗോപി എവിടെ പോകും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും കേന്ദ്രത്തിലെ സെൻസർ ബോർഡ് ഒരു കോമഡി തന്നെ എന്ന് പറയാതിരിക്കാൻ വയ്യ. ഗുഡ് ബൈ.